Yente masamar പെറുകിമർ വേട്ടിട്ട് പുതിയ ആസ് നമ്മൾ ഇതൊരു പുതിയൊരു ഗെയിമല്ല, നമ്മൾ പണ്ട് ഇട്ടിട്ടുള്ളതാണ്. FTS എന്ന് പറഞ്ഞൊരു ഗെയിമാണ് മസ്സമാറെ. ആസ് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഗെയിമല്ല, ചെറുക്കില്ലാടി ഗെയിമാണ്. നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ടീമുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ പഠിച്ചെടുത്തേ. അപ്പോൾ ടീം ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലേയേഴ്സിനൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ പിന്നെ ലോഗോ ആഡ് ചെയ്യാം. നമുക്കിവിടെ പുതിയ ലോഗോ ഉണ്ടാക്കിയൊക്കെ ഇടാം. കുറച്ച് ടഫാണെങ്കിൽ അണ്ണൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കും. സോ നിങ്ങൾ ഏതൊരു നല്ല ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക, ടീമിൻ്റെ പേരൊക്കെ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഏതാണ്ടൊരു ഉണക്കപ്പേരും പാട്ട ടീമും ഒക്കെയാണ് ഇട്ടേക്കണേ. സോ മാനേജർ മോഡാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മൾ പുതിയ മാനേജറായിട്ട് ഇവിടെ എത്തുകയാണ് മെച്ചം. അപ്പോൾ ഇനി ഇവിടുത്തെ കളി മാറാൻ പോവാണ്. സോ നമ്മുടെ പേര് ഞാൻ ഇടുന്നത് ബച്ചു 77 എന്നാണ്. സോ നമ്മുടെ ഇതായിരിക്കും നമ്മുടെ നായകൻ. 7 ആണോ 77 7 ആണോ 77 ആണോ വേണം. നമുക്ക് നമ്മുടെ പ്രോ ഗെയിമർ വൈറ്റ് ചെയ്യുന്നത് അല്ല, ഗെയിമർ 77 അതാണ് അതിൻ്റെ ഒരു പവർ. എൻ്റെ മോനെ ആരും ഇട്ടിട്ടുണ്ടാവില്ല. സോ ഗെയിമർ 77 ആണ് നമ്മൾ. സോ ഗെയിം കളിച്ച് നമ്മൾ ഫുട്ബോൾ ഫീൽഡ് വരെ എത്തിയിരിക്കുകയാണ്. സോ ഗ്രാനിയിൽ നിന്ന് നമുക്ക് 2 ദിവസത്തേക്കൊരു ഇതാണ്. ഓക്കെ. സോ അയ്യോ, യൂറോപ്പിനൊന്നും നമ്മളില്ലേ, നമ്മൾ ലാലീഗയുടെ. ഓക്കെ, ലാലീഗയിൽ നമ്മൾ കിടപെട്ട് നോക്കൂ, അങ്ങറ്റത്ത് താഴെ തൽപ്പന FCS. അപ്പോൾ ഇതൊരു ഉണക്ക ടീമാണ്. എൻ്റെ ഇവിടുത്തെ ഒരു സ്ഥലമാണ്, ഞങ്ങളുടെ ഏരിയ ആണ് ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് വെച്ചൊരു ടീം അങ്ങ് ആഡ് ചെയ്തതാണല്ലേ. സോ ഇപ്പോൾ അത് വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടീം വേണേൽ കമൻറ്റ് ചെയ്യുക, നമുക്കത് ആഡ് ചെയ്യാം, നമുക്ക് അവരുമായിട്ട് സൈൻ ചെയ്യാം. ഓക്കെ, സോ ഇതെന്നെ അക്സെപ്റ്റ് കൊടുത്തിട്ട് അക്സെപ്റ്റ് ആവാത്തേ. ഓക്കെ, സോ അക്സെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ടീമിൽ കയറിയിട്ടുണ്ട്. തൽപ്പന FCയുടെ ചെയർമാനാണ് നമ്മൾ. ഓക്കെ, ഓക്കെ, എന്തൊക്കെ പറയുന്നുണ്ട്, നമ്മളൊന്നും നോക്കണ്ട. ഓക്കെ, ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആണ്, നമുക്കവിടെ പ്ലെയേഴ്സിന് സൈൻ ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ എൽദോ, അൻബിയോ, വെട്ടംബാവു, ഊബ്രൂസ്, നായ്മോ വർഗീസ്, പൂഷാജി, മിലു അടയ്ക്ക, അങ്ങനെ കുറച്ച് പേരുടെ കമ്പ്യൂത്താപ്പു, ജുവിൻ ഷാജു. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ലൈനപ്പിലെ പ്രധാന താരങ്ങൾ. സോ ഇവരെ വെച്ച് നമുക്ക് ആദ്യം ഒരു മത്സരം കളിച്ച് നോക്കാം, അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാം. റേറ്റിംഗ് അധികം ഇല്ല. നമ്മുടെ മിലുവാണ് ഏറ്റവും 81 OVR, അവനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ടീമിലുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ കരടി സബ്സ്റ്റിറ്റ്യൂട്ടിലുള്ള അവന് അത്യാവശ്യം നല്ലതാണ്, 80 ഉണ്ട്. സപ്പോർട്ട് ചെയ്യുക ബസ്സമർ. സോ നമുക്ക് നോക്കാം. സോ നമ്മുടെ കേരള ടീംസാണ്. RB അങ്ങനത്തെ ഒരു ടീമാണ്. സോ അവരുമായിട്ടാണ് മറ്റേ ഈസി ആയിട്ട് അവർക്ക് ജയിക്കാണ്. അവിടെ പുഷ്പം പോലെ വാരി എറിയാവണേ ഉള്ളൂ എന്നുള്ള പ്രതീക്ഷ. ഓക്കെ, ജുവിൻ വർഗീസ്, മത്താപ്പു. ഓക്കെ, മത്താപ്പു എടാ ഓഫ് സൈഡ്. എൻ്റെ മോനെ നല്ലൊരു ട്രൈ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് കളിച്ചു തുടങ്ങിയെന്നുള്ള അന്നേരത്തേക്ക് നമ്മുടെ ഒരു ഇച്ചിരി പാടാണ്. സോ കുറേ നാളായി കളിച്ചിട്ട് പാലും വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. അവന്മാർക്ക് പെനാൾട്ടി ആടേ. ഓ നമ്മുടെ പ്ലെയർ വേറെ എടാ ഊബ്രൂസെ പണി വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. സോ റെഡ് കാർഡോ നല്ലതാണ്. രണ്ടുപേരും ഒരുമിച്ച്. ഓക്കെ, ഓൾമോയുടെ ഷോട്ടാണ്. സോ ഡാനി ഓൾമോയുടെ ഗോൾ അടിച്ചു. ഓക്കെ, ഷോട്ട് അടിച്ചില്ല എന്നൊരിത് പ്രശ്നം നമുക്ക് വേണ്ട. ഷാജുമോൻ്റെ അപ്പുറത്തെ കണ്ടത്തിലോട്ടുള്ളൊരു ഷോട്ടാണ്. നമുക്കൊരു 10 likes എത്തിച്ചേക്കാം. കുറേ ദിവസത്തിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. സോ പറഞ്ഞ ലൈക്ക് മാക്സിമം എത്തിക്കാൻ നോക്കുക. അയ്യോ, പന്ത് പിടിക്കണം മച്ചാനെ. മത്താപ്പു കുഞ്ഞുമോൻ്റെ ഇത് പന്ത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അടയ്ക്ക. ഓ എൻ്റെ മോനെ, അങ്ങനെ നമ്മളിപ്പോഴാണ് ഒരു മര്യാദക്കൊരു ഷോട്ട് വന്നത്. കുറേ സമയമായി. സോ മത്താപ്പൂവിൻ്റെ ഒരു കോർണർ. ഓക്കെ, മത്താപ്പൂ പൂ പോലെ മത്താപ്പൂവിൻ്റെ കോർണർ പോയിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇട്ടേക്കണ പേരാണ്. സോ നിങ്ങൾ മച്ചാമാരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പേര് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം, എന്നിട്ട് കളിക്കാം വേണേ. അന്നേരം ഓടോ പൂടോ. കമൻറ്റ് ചെയ്യാം, ഞാൻ സെറ്റാക്കാം. ഓക്കെ, നമ്മുടെ ടീമിലാകെ 10 പേരേ ഉള്ളൂ. എന്നാ കാണിക്കാനാണെന്ന് എനിക്കറിയത്തില്ല. അവന്മാരാണെങ്കിൽ ഒരു പെനാൾട്ടി ഗോളും അടിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ചാൻസ് അത് പോയി, അവൻ്റെ കാലേ തട്ടി പോയിട്ടുണ്ട്. സോ ഓപ്പണ്ടെ പന്ത് ലാലിഗയിൽ ഒരു കേരള പിള്ളേർ ഒപ്പണ്ട പന്തുമായിട്ട് കൂടും.
ഓക്കെ, സോ ഫസ്റ്റ് മത്സരം തന്നെ നമ്മൾ വളരെ വളരെ വലിയൊരു തോൽവിയിലേക്കാണോ ജയത്തിലേക്കാണോ? തോൽവിയായിരിക്കാം. സോ ഒരു കംബാക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അച്ഛന്മാരെ കമൻറ്റ് ചെയ്യുക, ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഗോളി, എന്ത് ഗോളിയാണോ നമ്മുടെ ഉണ്ട് ഒരു ഗോളി. അയ്യോ, പന്ത് പോയില്ല. എൻ്റെ അച്ഛന്മാരെ അത് കിടിലൊക്കെ സാധനമായിരുന്നു. ഞാൻ പന്ത് പോയില്ലാന്ന് അറിയാണ്ട്. അയ്യോ, ഇവിടെ വേറെ പരിപാടിയാണ്. ഓക്കെ, അടക്കലിനെ വേറെ എന്താണ്ടൊക്കെ ചെയ്തു. ഓക്കെ, നമ്മുടെ പയ്യൻ പന്ത് എടുത്തു. അത് എടാ അത് ഇച്ചിരി സീരിയസ് സാധനമായിരുന്നു. ബട്ട് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ലാറിൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് ഒരു കോണയില്ല. അയ്യോ, ദേ പോണു വന്ന് മോനെ ക്ലീ. ആഹാ, ഓക്കെ, ഒരു അഡ്വാൻറ്റേജ് എടുത്ത് കളിക്കണം. എടാ പറ്റില്ല. എടാ ഓപ്പൺ ടൈം വന്ന് ഗോൾ അടിച്ചിട്ട് പോണു. ഇതാരാ സൂയി കാണിക്കണോ? സൂയി കാണിക്കാൻ എന്നെ ആരാ പഠിപ്പിച്ചേ? ഞാൻ റൊണാൾഡോ ഫാനാണെന്ന് തോന്നണു. നമ്മുടെ ടീമിൽ ആരും ഇല്ല. ഓക്കെ, നമ്മുടെ ടീം ഒരു പേട്ട ടീമാണ്. സോ കാശം കറക്കേണ്ടിയിരിക്കുന്നു മജ്ജാമാരെ. സോ ഇപ്പോഴത്തെ യങ്ങസ്റ്റ് പ്ലെയർ യമാലിനെ തന്നെ പൊക്കണമെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, സമാപനം, മത്സരത്തിലേക്കൊരു സമാപനം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അന്തസ്സായിട്ട് കളി പൊട്ടിയിട്ടുണ്ട്. അതുമല്ല 3-1 നമ്മൾ പൊട്ടിയത്. ഒരെണ്ണമെങ്കിലും അടിച്ച് അതുപോലത്തെ സന്തോഷിക്കാം. ഓക്കെ, ചക്കിനെ ഏതാണ്ട് കയറിയൊരു ഗോളാണ്. നമ്മുടെ അടക്കാലിനെ അടിച്ചു. അവിടെ 2 പേര് ഓൾമോ അടിച്ചു, ഒപ്പണ്ടേ അടിച്ചു. ഓക്കെ, നമ്മൾ പിന്നോക്കമായിരുന്നു, എന്നാലും കുഴപ്പമില്ലടേ. ഓക്കെ, ഇതൊക്കെ നമുക്ക് സ്വാഭാവികം. സോ ബാഴ്സലോണ പ്ലെയർ 70 OVR ഉള്ളൂ. ഓക്കെ, ഇത് കുറച്ച് പഴയതല്ല. ഈ കഴിഞ്ഞ നമ്മുടെ സ്പെയിൻ ഇതിനകത്ത് കയറുന്നതിന് അല്ല, ഇവിടെ എന്തുവാണ് ഞാൻ പറയുന്നത്, യൂറോപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ളതാണെന്ന് എനിക്ക് തോന്നണേ. അല്ലേ ഇങ്ങനെ വരില്ലല്ലോ, യൂറോപ്പ് കഴിഞ്ഞിട്ടുള്ളത് വേണം. ഓക്കെ, എടാ ഇത് ഞങ്ങാൻ കുറച്ച് പാടാണ്. ഓക്കെ, ബിഡ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവന്മാരെത്രയാണ് ചോദിക്കുന്നതെന്ന് എനിക്കല്ല. 3 മില്യൺ. ഓക്കെ, അവന് 8 മില്യണാണ് നമ്മുടെ യമാലിന് ചോദിക്കണേ. കുറച്ച് നോക്കാം, ഒരു 6.55 വേണേൽ ഞാൻ എടുത്തോളാം. അവന് 8-6 തന്നെ വേണമെന്ന്. സോ ഒരു 6 മില്യൺ, 6.40 ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഓഫർ. ഓക്കെ, യമാലിനെ വേണ്ട, എന്നാൽ കൂട്ടി നോക്കാം. നമുക്ക് നല്ല പ്ലെയർ ഇല്ലല്ലോ. 6.40 സോ ഒരു 7 എത്തിച്ച് നോക്കാം. 7 മില്യൺ, 1 മില്യൺ വ്യത്യാസമുള്ളൂ. പ്ലീസ്, യെസ്. എൻ്റെ മോനെ നമ്മളങ്ങനെ നമ്മുടെ ടീമിലേക്ക് യമാലിനെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. സോ യമാലെന്തി. ഓക്കെ, യമാലിനെ നമുക്ക് എടുക്കാം. ഇങ്ങോട്ട് വാ. നമ്മുടെ അതിൽ ഫുള്ള് നമ്മുടെ കേരള പ്ലേയേഴ്സ് കമ്പിത്തിരി പത്താപ്പൂന് ഇറക്കാം. ഓക്കെ, യമാലിനെ കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ FTS വീഡിയോ കാറിലൊക്കെ ഉണ്ടെയാണ് ഉണ്ടായിരുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഷുവറായിട്ടൊരു സെക്കൻഡ് പാർട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതാണ്. സോ വെയിറ്റ് ചെയ്തിരിക്കാം. ഇതൊരു കിടക്കാച്ച ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഞാനത് പാർട്ട് 2 ഏതായാലും ഇടുന്നതാണ്. സോ എനിക്കത് ഏതായാലും ഇടാൻ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഗ്രാൻഡിൽ ഇച്ചിരി ടഫാണ് ചലഞ്ച്. സോ അത് പയ്യെ വരുള്ളൂ. സോ അതിനിടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ വെറുതെ നമ്മൾ ഇടാണ്ടിരിക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ FTS തന്നെ. സോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിച്ചിട്ട് പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സെക്കൻഡ് പാർട്ടായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ശരി. പിന്നെ നിങ്ങളുടെ ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്ലബ്ബും പിന്നെ നിങ്ങളുടെ പേരും അതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടീമിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വേണ്ടി അത് ഒക്കെ എന്നെ ചെയ്യാമെന്ന് കരുതുന്നു. സോ ബൈ.